പഴയമ്മന് മോൻ സ്റ്റീവ് എണീറ്റ് വന്നിട്ടുണ്ട്. ചേച്ചി പെണ്ണ് എണീറ്റിട്ടില്ല. ചേച്ചി പെണ്ണ് ഇങ്ങനെ കിടക്ക. എനിക്കണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ എണീറ്റു. ഞാൻ ദേ കാപ്പി വെച്ചു. പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. പുട്ടിനെ നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലത്തെ പഴം, നേന്ത്രപ്പഴം നല്ലോണം പഴുത്തിട്ടുണ്ട്. പുട്ടും നേന്ത്രപ്പഴം അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ എന്നാലും ഒന്ന് കഴിച്ചു നോക്കാം എന്ന് വിചാരിക്കുന്നു. അല്ലേ സ്റ്റീവ്? അല്ലേ? സ്റ്റീവോ ചേച്ചീനെ വിളിച്ചേ. ചേച്ചിനോട് എണീക്കാൻ പറഞ്ഞ് ചെല്ലു. ചേച്ചിനോട് എണീക്കാൻ പറ. ഗുഡ് മോർണിംഗ് പറ ചേച്ചിനോട്. പോയി വിളിക്ക്. അയ്യേന്നാ ചേച്ചിനെ വിളിക്ക്. ചേച്ചി എനിക്ക് ചേച്ചി. ഗുഡ് മോർണിംഗ് ചേച്ചി. അങ്ങനെ ദേ ഗ്രേസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 2-3 ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറേ പേര് അന്വേഷിക്കുന്നുണ്ടെന്നറിയാം. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ, പണ്ടത്തെ പോലെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാണ്ടിരിക്കുന്നത്. ഇന്ന് തുടങ്ങി ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ പണ്ടത്തെ പോലെ വീഡിയോസ് ഒന്നും എടുക്കാനോ അങ്ങനെയൊന്നും പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ മിസ്സിങ് ആയിട്ട് വരണേട്ടാ. അപ്പോൾ നിർത്തിയോ വൈഡ് വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജും കമൻറ്റും അങ്ങനെയൊക്കെ വരുന്നുണ്ട്. നിർത്തിയിട്ടൊന്നുമില്ല, എല്ലാം ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസമാണിത്. പിറ്റേ ദിവസമാണ് ഇന്ന്. സണ്ണിച്ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലി, അജിച്ചേട്ടനും ചേച്ചിയും കൂടി വരുന്നുണ്ട്. കൊല്ലത്തുനിന്നാണ് അവർ വരുന്നത്. അപ്പോൾ ഇവർ നമ്മുടെ വീട്ടിൽ രാത്രി ഇന്ന് സ്റ്റേ ചെയ്യും. അപ്പോൾ കുറച്ച് നേരം അവരുടെ കൂടെയാണ് ഇന്ന്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇന്നത്തെ ദിവസത്തെ. അപ്പോൾ ഗ്രേസിനും സ്റ്റീവിനെയൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചു. നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസും കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച്, പിന്നെ ഇറച്ചി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്ത് വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്ക് ചെയ്യണം. അങ്ങനെ വീട്ടിലെത്തി. ഞാൻ ആദ്യം മാങ്ങക്കറി വെക്കാൻ പോണ ഐറ്റംസ് എന്ന് പറയുന്നത് മാങ്ങക്കറി, ബീഫ് കറി, പിന്നെ ചിക്കൻ ഒരു ഗ്രേവി പോലെ ചിക്കൻ കറി, പിന്നെ ഒരു ഉപ്പേരി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാം ഞാൻ കുക്ക് ചെയ്യണതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. കുറച്ച് മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു. കാരണം കുറച്ച് ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിയുമ്പോഴേക്കും അവരെത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനു മുമ്പ് എനിക്ക് കുക്കിംഗ് തീർക്കണം എന്നുള്ളൊരു ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാങ്ങക്കറിക്കുള്ളതും, പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് വൈകുന്നേരമാണ് അവർ നമുക്ക് ഡിന്നറിനാണ് അവരുണ്ടാവുക. പക്ഷെ ഒരു 4 മണി 5 മണി സമയത്ത് അവരെത്തും. അപ്പോൾ കുക്കിംഗ് വേഗം കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അപ്പം എന്നാലല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള ധൃതിയുടെ ഇടയിൽ ഞാൻ വീഡിയോസ് അങ്ങോട്ട് എടുത്തില്ല. കാരണം ഇങ്ങോട്ടൊക്കെ നമ്മൾ ക്യാമറ ഒക്കെ വെച്ചെടുക്കുമ്പോഴേക്കും ടൈം കുറേ ഡിലേ ആവും. പിന്നെ ഞാൻ കടയിലൊക്കെ പോയി വന്ന് പിന്നെ വീട്ടിൽ കുറച്ച് ക്ലീനിങ്ങും, പിന്നെ വീടിൻ്റെ പുറത്ത് ക്ലീൻ ചെയ്യാനൊരു ചേച്ചിയുണ്ട് പണിക്ക്. അപ്പോൾ ആൾക്കുള്ള ഫുഡും ഒക്കെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോന്നപ്പോഴേക്കും ഒരു നേരമായി. അപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് ഞാൻ മുട്ടക്കറി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ ചേച്ചിയും ഉണ്ട് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാൻ ഈ മുട്ടക്കറിയും അതിനുള്ള ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് കുക്കറിൽ തന്നെയാണ് വെച്ചത്. ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞൊരു കറി. അങ്ങനെ കോഴിമുട്ട പുഴുങ്ങിയിട്ടുണ്ട്. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങനെ പയറുപ്പേരിയും കോഴിമുട്ട കറിയും ഉരുളക്കിഴങ്ങിട്ട കറി. അപ്പം അങ്ങനത്തെ കറിയൊക്കെ താളിച്ച് വെച്ചു. നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി ഫുഡ് കഴിക്കണം, എന്നിട്ട് വേണം ബാക്കി പരിപാടികൾ. അതിൻ്റെ ഇടയിൽ വേഗം ബീഫൊക്കെ കഴുകി ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മാങ്ങ എടുത്തിട്ട് ഒന്ന് വേഗം ഒരു അച്ചാർ, നമുക്ക് വൈകുന്നേരത്തേക്ക് അച്ചാർ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അച്ചാറിനുള്ളതൊന്ന് റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. നേരം കിട്ടുമെന്ന് അറിയില്ല. നേരം കിട്ടുകയാണെങ്കിൽ അച്ചാർ ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള ഒരു അച്ചാർ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചതാണ്. കുക്കിങ്ങിൻ്റെ ഇടയിൽ അതും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനത്തെ ഞങ്ങളുടെ ആദ്യം ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പരിപാടികൾ. അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ട് വിശേഷങ്ങളോ കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തുടങ്ങി
ഞാൻ ആഗ്രഹിക്കാനുണ്ട് വീഡിയോ ഇടണമെന്ന്. മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അരിപ്പൊടി ഉഴുന്നൊക്കെ കൂട്ടി പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് അവരുണ്ടാവുമല്ലോ, അപ്പോൾ അതിനുള്ള നമ്മളിപ്പോഴേ പ്രിപ്പയർ ചെയ്ത് വെക്കണ്ടേ. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ ഞാൻ വീഡിയോസോ വേറെ കാര്യങ്ങളൊന്നും എടുത്തായിരുന്നില്ല. അവരുടെ കൂടെ മാക്സിമം സ്പെൻഡ് ചെയ്തു കേട്ടാ. അപ്പോൾ ഇതാണ് അജിച്ചേട്ടനും ചേച്ചിയും. എന്തായാലും അടിപൊളി ദിവസമായിരുന്നു. അങ്ങനെ അതേ പോയി ദിവസങ്ങളൊക്കെ കുറേ കഴിഞ്ഞു കേട്ടാ. ഇത് ഒരു 3-4 ദിവസത്തിന് ശേഷമുള്ള വീഡിയോ ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റാറുണ്ടായിരുന്നില്ല. ഇനി നാളെ തുടങ്ങി എന്തായാലും വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കാം മാക്സിമം. പിന്നെ ഇന്ന് സ്റ്റീവിനും ഗ്രേസിനും സ്കൂളിലുള്ള ദിവസം. അപ്പോൾ ഗ്രേസിനൊക്കെ റെഡിയാക്കി. പിന്നെ കുർണിക്കാണെങ്കിൽ ചെറുതായിട്ട് കുർണിയുടെ മേത്ത് വണ്ടി ഇടിച്ചായിരുന്നു. അപ്പോൾ കൈയും കാലും ഒരു ചെറിയൊരു നടക്കാനൊക്കെ ഒരു ഞൊണ്ടൽ പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ട്. അപ്പോൾ 2 ദിവസം നമ്മൾ വീടിൻ്റെ അകത്തായിരുന്നു ഇട്ടായിരുന്നത്. കാരണം കണ്ടംപൂച്ച വന്ന് ഇതിനിടയ്ക്ക് ഇങ്ങനെ കടിക്കുകയെ. അപ്പോൾ അതിനെ എതിർത്ത് നിൽക്കാനുള്ള പവറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രേസിനും സ്റ്റീവും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു സംഭവമായിരുന്നു ഈ പൂച്ച എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഇവരെ പൂച്ചയുടെ അടുത്തേക്ക് അധികം വിടല്ലേ എന്നൊക്കെ കുറേ പേര് കമൻ്റായിട്ട് പറയാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് അവർ വിടണത്. അങ്ങനെ പക്ഷെ ഇവർ ഭയങ്കര ഹാപ്പിയാണ്. ഗ്രേസ് ആണെങ്കിലും സ്റ്റീവ് ആണെങ്കിലും മൈൻഡ് ചെറിയൊരു രീതിയിൽ ഇവരുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ പിന്നെ നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് മാത്രം. അങ്ങനെ സ്റ്റീവ് ഇന്ത്യയെ കൊണ്ടാക്കാണ് കേട്ടോ പ്ലേ സ്കൂളിൽ. അവനിപ്പോൾ ഹാപ്പി ആയിട്ടാണ് പോണത്. അങ്ങനെ അപ്പോൾ ഇനി ഞങ്ങൾ നമ്മുടെ വീട്ടിൽ സണ്ണിചേട്ടൻ്റെ എവിടെയാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട്. നമ്മളവിടെ ചെറിയ രീതിയിൽ ഓരോ കാര്യങ്ങളിൽ തിരക്കിലായതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാത്ത. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാം റെഡിയാക്കി വീഡിയോ ആയിട്ട് പണ്ടത്തെ പോലെ തന്നെ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ പുല്ലരിയാൻ വേണ്ടി വന്നേക്കുന്നതാണ്. നമ്മുടെ മുയലുകൾക്കൊക്കെ കൊടുക്കാൻ. മുയൽ, കോഴി അങ്ങനെ ഭാഗത്ത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മുയലിന് പുല്ല് കൊടുക്കാനുള്ള പുല്ലിന് വേണ്ടി വന്നതാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ പുല്ലരിയൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടാവാടി ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ടാവാടിനെ നമ്മൾ കാണുമ്പോൾ എപ്പോഴൊന്ന് ടച്ച് ചെയ്ത് നോക്കുമല്ലോ, അങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തതാണ്. അങ്ങനെ അതേ പുല്ലരിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് കോഴിമുട്ട നമുക്ക് വിരിക്കാനുള്ള കോഴിമുട്ട എടുക്കാൻ പോകണം. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഇനി എന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് സണ്ണിചേട്ടൻ നമ്മുടെ ഫാം ഹൗസിലേക്ക് പോവും. അങ്ങനെ ഒരേ ചെറിയ പണികളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നാണെങ്കിൽ ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറിയും കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടില്ല. രാവിലെ അവരെ വിടാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ കൂടെ ഇങ്ങനെ പോകുന്നത്. When we were young, running from all things at once, without thinking twice. And I knew it would catch up, and that we would be the ones left behind. The stories I've been told, they never seem to. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ചെമ്മീൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു ഫ്രീസറിൽ. അപ്പോൾ ഞാനതൊന്ന് കറി വയ്ക്കാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ചെമ്മീനുള്ളൂ. അപ്പോൾ അത് തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ് വെക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സവോള, ചെറിയ സവോള 2 എടുത്തു. പിന്നെ കാന്താരിമുളകും പിന്നെ ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഒരു കളറിന് വേണ്ടിയുള്ള രീതിയിൽ. അധികം എരിവ് കാരണം വേണ്ടാന്ന് വിചാരിച്ചിട്ട്. ഓൾറെഡി നമ്മൾ കാന്താരി മുളകിൻ്റെ ഒരു എരിവ് നമ്മളിങ്ങനെ കൂട്ടിത്തിരുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം മുളക് പൊടി ഇട്ടില്ല. പിന്നെ മല്ലിപ്പൊടി അത്ര ഇട്ടിട്ട് നല്ലോണം ഒന്ന് കൂട്ടിത്തിരുമ്മിയിട്ടാ. പിന്നെ അതേ ചെമ്മീൻ ഉണ്ടായിരുന്നതും കൂടി ഇട്ടു. ഒരു ചെറിയൊരു കറി, ആ ഒരു വായിക്കൊരു അമ്മയുടെ വാശി പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കൊരു രസം കിട്ടാനുള്ളൊരു കറി. ആ രീതിയിൽ ഞാൻ ഇതാകുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് തീർക്കാം. പിന്നെ ഇപ്പോൾ തേങ്ങ ചിരവണ പരിപാടി ഇല്ലാത്തതുകൊണ്ട്
എളുപ്പത്തിൽ ഇപ്പോൾ ഉള്ള പരിപാടികളാണ് മൊത്തത്തിൽ. അപ്പോൾ ഇനി തേങ്ങ പൊതിച്ച് 1-ാം പാലും 2-ാം പാലും എടുത്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് ഇതേ കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ട്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി തേങ്ങ പൊതിച്ച് തേങ്ങേനൊന്ന് കൊത്തി മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ച് അരച്ച് അങ്ങനെ 2 പാലും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ്. We have to try and keep up, 'cause this life's so much more. അങ്ങനെ കറിവേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. എപ്പോഴും കാണിക്കുന്നതായതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തില്ല. 2-ാമത്തെ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു, കറി താളിച്ച് ഒഴിച്ചു. പിന്നെ ഇതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇന്ന് തന്നെ ചേട്ടൻ പപ്പായ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു, അതും കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കാൻ കേട്ടോ. ബാക്കി വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വേഗം ഞാൻ വരാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു. ബൈ ബൈ.